പണ്ട് കാലത്തെ കോസലപുരം ദേശം, അവിടെ ഒരു കുളമുണ്ട്. ആ വലിയ കുളത്തിൻ്റെ ജലപ്പരപ്പിൽ 5 മീനുകൾ ഒരുമിച്ച് ചങ്ങാതിമാരായതുകൊണ്ട് തന്നെ അവർ കളിച്ച് ഉല്ലസിക്കുകയാണ്. അന്നേരം അതുവഴി ഒരു മുക്കുവൻ വലയുമായിട്ട് പോകുന്നുണ്ടായിരുന്നു. അയാൾ വലിയ ആറ്റിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ മീനുകളെ കണ്ടപ്പോൾ അയാൾ ഈ വല വീശാൻ വേണ്ടി ഒരുങ്ങി. അത് കണ്ട നിമിഷം തന്നെ ഒന്നാമത്തെ മീൻ നേരെ ഈ അപകട സൂചന മറ്റുള്ളവർക്ക് കൊടുക്കാതെ തന്നെ അവൻ നേരെ ഊളിയിട്ട് താഴോട്ട് പോയി. ഉടനെ രണ്ടാമത്തെ മീൻ ഈ ഒന്നാമത്തെ മീൻ പോയത് എന്തിനാണ് എന്ന് ആലോചിച്ച് വരുന്നതിന് മുന്നേ തന്നെ ആ 4 പേരും വലയിലാകപ്പെട്ടു. അങ്ങനെ ഒന്നാമൻ ബുദ്ധി പ്രയോഗിച്ചതുപോലെ അന്നേരം രണ്ടാമനും തോന്നി, എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ എനിക്കും രക്ഷപ്പെടാം എന്ന് അവന് തോന്നി. അവൻ ചത്തതുപോലെ കിടന്നു. ഉടനെ ഈ 4 മീനെയും പിടിച്ച് മീൻ കൂടയിലേക്ക് ഇടുന്ന സമയത്ത് ഈ ചത്ത മീനെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ മുക്കുവൻ ആ മീനെ വെള്ളത്തിലോട്ടിട്ടു. ആ വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ അത് പൊളച്ച് വേഗം രക്ഷപ്പെട്ട് ആഴങ്ങളിലേക്ക് പോയി. ഇത് മൂന്നാമത്തെ മീൻ കണ്ടു. അപ്പോൾ മൂന്നാമത്തെ മീൻ വിചാരിച്ചു, എങ്ങനെയും ഈ രണ്ടാമത്തെ മീൻ രക്ഷപ്പെട്ടതുപോലെ പരിശ്രമിച്ച് എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടണം എന്ന് അവൻ തീരുമാനിച്ചു. ഈ 3 മീനുമായി മീൻ കൂടയിൽ വെച്ചുകൊണ്ട് ഈ മുക്കുവൻ നടന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അയാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മീന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള വിചാരത്താൽ ഈ മൂന്നാമത്തെ മീൻ തുടർച്ചയായിട്ട് മേളിലേക്ക് ചാടുന്നുണ്ട്. മറ്റ് 2 മീനുകൾ പറഞ്ഞു, നീ എന്തിനാണ് വെറുതെ ചാടുന്നത്? ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ഈ കൂടയുടെ മേളിൽ അതിന് മേൽ മൂടിയുണ്ട്. ആ മൂടി കാരണം അത് തുറക്കാതെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും ഈ സാഹസത്തിന് പോകാത്തത്. നമ്മൾ 3 പേർക്കും ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും കേൾക്കാതെ രണ്ടാമനിൽ നിന്ന് കിട്ടിയ ഊർജം വെച്ച് അവൻ മൂന്നാമൻ പിന്നെയും ചാടിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് കുറച്ചുകൂടെ പോയപ്പോൾ ഈ മുക്കുവൻ്റെ കാല് കല്ലിൽ തട്ടി ഈ കൂട പെട്ടെന്നൊന്ന് ആടി ഒലഞ്ഞു. ആ സമയത്ത് ഈ മീൻ ചാടിയതും ആ കൂട അതിൻ്റെ മേൽമൂടി തുറന്നു പോയതും ഒരേ സമയത്തായിരുന്നു. ഉടനെ അവൻ നേരെ വെളിയിലേക്ക് ചാടി 1-2 ചാട്ടോടൊക്കെ ചാടിയപ്പോൾ ആ വലിയ ചതുപ്പ് നിലം ആ വശത്തുണ്ടായിരുന്നു. അതിലേക്ക് പോയി അവൻ രക്ഷപ്പെട്ടു. ഉടനെ ഈ മുക്കുവന് ദേഷ്യമായി. മുക്കുവൻ ഈ മീൻ രക്ഷപ്പെടുന്നത് കണ്ടു. പക്ഷേ അയാൾ മേൽമൂടിയിൽ ഉറപ്പോടെ കൈകൊണ്ട് പിടിച്ച് അയാൾ മുന്നോട്ട് പോയി. അന്നേരം ഈ 4-മത്തെ മീൻ മനസ്സിലായി, ഈ 3-മത്തെ മീൻ പ്രയോഗിച്ച അതേ ബുദ്ധിശക്തി ഞാനും പ്രയോഗിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ 4-മത്തെ മീനും വെറുതെ കിടന്ന് ചാടാൻ തുടങ്ങി. അപ്പോൾ 5-മത്തെ മീൻ പറഞ്ഞു, അവൻ രക്ഷപ്പെട്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇനി നിനക്ക് രക്ഷയില്ല, വെറുതെ ചാടണ്ട. കാരണം അയാൾ മേൽമൂടിയിൽ പിടിച്ചിട്ടുണ്ട് ശക്തമായിട്ട്. ഇനി അയാൾ വീണാൽ പോലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വകവെക്കാതെ 4-മൻ പിന്നെയും ചാടിക്കൊണ്ടിരുന്നു. അയാൾ വീട്ടിലെത്തി. അയാൾ കൂടയുമായി വീട്ടിലെത്തിയപ്പോഴും ഈ മീൻ പിടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ആ വീട്ടിലെ കൊച്ചുമകൾ ഓടി വന്നത്. അവൾ പറഞ്ഞു, എനിക്ക് ഈ പിടയ്ക്കുന്ന മീനെ തരണം, ഞാൻ ഇതിനെ നമ്മുടെ മുറ്റത്തെ വെള്ളക്കുഴിയിലിട്ട് വളർത്താൻ പോവുകയാണ്, എനിക്ക് ഇതിനെ വലിയ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഉടനെ ആ കൊച്ചിന് ഈ അപ്പൻ മീൻ എടുത്തു കൊടുത്തു. അവൾ ആ മീനുമായി പോയി നേരെ ആ വെള്ളക്കുഴിയിലേക്ക് ഇട്ടു. അങ്ങനെ 4-മനും രക്ഷപ്പെട്ടു. 4-മൻ ഇങ്ങനെ രക്ഷപ്പെട്ടത് കണ്ട് 5-മനും വൈകിയാണെങ്കിലും വിവേകം ഉദിച്ചു. പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. പക്ഷേ ആ വീട്ടിലെ വീട്ടമ്മ വന്ന് അവനെ കറി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മോട്ടിവേഷൻ പലർക്കും പല വിധത്തിൽ പല സമയങ്ങളിലായി കിട്ടിക്കൊണ്ടിരിക്കും. അതിനെ നാം വ്യക്തമായി നിരീക്ഷിക്കുകയും ജാഗ്രതയായി കരുതലോടെ മുന്നോട്ട് നീങ്ങി അത് പ്രാവർത്തികമാക്കാൻ നോക്കണം. അല്ലാതെ ഈ 5-മത്തെ മീനിന് പറ്റിയതുപോലെ ഒരുപാട് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തി ഒടുവിൽ ഇങ്ങനെ നാശമടയാനായിട്ട് ഇടയാകരുത്.
അപ്പോൾ ഇന്നത്തെ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം.